ഡിയർ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പേഴ്സണലി പ്രിഫർ അധികം ചെയ്യാത്തൊരു പി സി ആണ്. 4 ലക്ഷം രൂപയ്ക്ക് ഒരു RTXന്റെ 50 സീരീസ് വെച്ചിട്ടുള്ള ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു പി സി ബിൽഡാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങളൊരു 2 വർഷം മുമ്പൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് RTXന്റെ 4090 വെച്ചൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിൽഡായിരുന്നു. പക്ഷെ ഇപ്പോ കാലഘട്ടം മാറി, റേറ്റുകൾ മാറി, പലതിന്റെയും റേറ്റുകൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്തായി മാറി കേട്ടോ. 5080 വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ നേരെ വീഡിയോയിലോട്ട്. അപ്പൊ ഈ പി സിയുടെ സ്പെക്ക് ആണ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പോണേ. ഇതിന്റെ എസ്തെറ്റിക്സ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ളി കസ്റ്റമൈസബിൾ ആണ്. അകത്ത് ലിക്വിഡ് കൂളറിന്റെ ഡിസ്പ്ലേ ആയിക്കോട്ടെ, ഈ ഗ്രാഫിക്സ് കാർഡിന്റെ എസ്തെറ്റിക്സ് എല്ലാം കൂടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള അൾട്രാ ഹൈ എൻഡ് പി സി ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ഒരു പി സി പവർ ചെയ്തിരിക്കുന്നത് AMDയുടെ Ryzen 9 9950X ആണ്. അതായത് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോ റെൻഡറിങ്ങിന് ഗെയിമേഴ്സിന് വേണ്ടിയുള്ള ഏറ്റവും ബെസ്റ്റ് 9800X 3D ആണെങ്കിൽ, നിങ്ങൾക്ക് റെൻഡറിംഗ് പർപ്പസ് ഒക്കെ ആണെങ്കിൽ 9950X ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള റെൻഡറിംഗ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന പി സി. ഇത് നിങ്ങൾക്ക് ആർക്കിടെക്ചറൽ റെൻഡറിങ്, 3D മാപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്കും, ലൂമിയോൺ എല്ലാ കാര്യങ്ങൾക്കും 3D VFX റിലേറ്റഡ് ആയിട്ടുള്ള CGI ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്പെക്ക് തന്നെയാണ്. 9950X എന്ന് പറയുന്നത് നിയർലി 60,000 റേഞ്ച് ആണ് നമ്മുടെ മാർക്കറ്റ് റേറ്റ് വരുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മദർ ബോർഡ് വന്നിട്ട് MSI Pro B850P Wi-Fi ആണ്. ഇപ്പൊ നിങ്ങൾക്ക് X870 ഒക്കെ യൂസ് ചെയ്യാം. ഇത് വൺ ഓഫ് ദ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മദർ ബോർഡ് ആണ്. അപ്പം ഈ ഒരു മദർ ബോർഡ് അറൌണ്ട് 20,000 റേഞ്ച് ആണ് ഈ ഒരു മദർ ബോർഡിന് വില വരുന്നത്. അതേപോലെ തന്നെ റാം ചോയ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് 64GB G-Skill Trident Z5 Neo RGB ആണ്. 64GB, അതായത് 32GB × 2 CL30 കേട്ടോ. ഇവിടെ ക്ലോക്ക് ക്ലാരൻസി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സെലക്ട് ചെയ്തെടുത്തതാണ്. CL30 വളരെ കിട്ടാൻ പാടാണ് കേട്ടോ. CL30 എക്സാക്ട്ലി കിട്ടാൻ പാടാണ്. അപ്പം നമ്മുടെ 6000 മെഗാഹെർട്സിന്റെ റാം ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 22,000 നിയർലി റേറ്റ് വരുന്നത്. സ്റ്റോറേജ് ആയിട്ട് 2TBയുടെ M.2 NVMe PCI 4.0 SSD ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 7000 MB/s സ്പീഡാണ് റീഡ് റൈറ്റ് ഉള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാംസങ്ങോ WD ഒക്കെ പ്രിഫർ ചെയ്യാം. ബട്ട് ദിസ് ഈസ് മോർ ദാൻ എനഫ് കേട്ടോ. 2TBയുടെ SSD വന്നിട്ട് 13,800 റുപ്പീസ് ആണ് വില വരുന്നത്. ഈ ഒരു സ്പെക്കില് നമ്മൾ XPG ആണ് കൂടുതൽ PCസിലും ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു പെർഫോമൻസും ക്വാളിറ്റിയിലും യാതൊരു ഡൗട്ടും ഇല്ല. ഇപ്പോൾ 9950X എന്ന് പറയുന്ന ഒരു അൾട്രാ ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു പ്രൊസസർ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തേർമൽ ടെക്കിന്റെ ഒരു കൂളറാണ്. തേർമൽ ടെക്കിന്റെ വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു THS CL360 LCD എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പമ്പും ഇതിന്റെ എസ്തെറ്റിക്സും ആണ്. പിന്നെ PWM ഫാൻസ് ആണ് കേട്ടോ പ്യൂർലി വരുന്നത്. അപ്പൊ കാണാനും അതേപോലെ തന്നെ പെർഫോം ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കൂളർ തന്നെയാണ്. 14,000 രൂപയ്ക്ക് ഡീസന്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഉള്ള ഒരു ലിക്വിഡ് കൂളർ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഗ്രാഫിക്സ് കാർഡ് ചോയ്സ് ആയിട്ട് NVIDIAയുടെ Zotac RTX 5080 സോളിഡ് 16GB GDDR7 മെമ്മറിയാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പൊ GDDR7 ആണോ അതുകൊണ്ട് ഇത് DDR5 ആയതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട. GDDR7 എന്ന് പറയുമ്പോൾ റാമിന്റെ അല്ലെങ്കിൽ ഈ ഗ്രാഫിക്സ് മെമ്മറിയുടെ ടയറാണ്. 5080 സോളിഡ് OC GDDR7 16GB കാർഡ് വരുന്നത് നിയർലി 1,43,000 ആണ്. ഇപ്പോൾ റേറ്റ് അല്പം കൂടുതലാണ്. ബട്ട് സ്റ്റിൽ കമ്പാരിറ്റീവ്ലി മറ്റുള്ള ബ്രാൻഡ് വെച്ച് നോക്കുമ്പോൾ സോഡാക്ക് വളരെ ലോവർ പ്രൈസ് ആയിട്ടാണ് ബോൾ ചെയ്തിരിക്കുന്നത്. DDR5 ഉള്ള മദർ ബോർഡിലൊക്കെ ഇത് ഈസിലി വർക്ക് ചെയ്യും, ഒരു പ്രശ്നമില്ല കേട്ടോ. ഡീപ് കൂളിന്റെ PN1200M ഫുള്ളി മോഡുലർ ആയിട്ടുള്ള ഒരു ഗോൾഡ് സർട്ടിഫൈഡ് PSU ആണ്. 5080 ഒക്കെ പവർ ചെയ്യാനായിട്ട് മോർ ദാൻ ഇനഫ് ആണ്. ഒരു 1000 വാട്ട്സ് ഫ്യൂച്ചർ പ്രൂഫിങ്ങിന് വേണ്ടിയാണ് നമ്മൾ 1200 വാട്ട്സ് ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ ഈ ഒരു ക്യാബിനറ്റ് നമുക്ക് ഇതേപോലത്തെ ഒരു ക്യാബിനറ്റ് നമുക്ക് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ഇതിനകത്ത് ഇൻഫിനിറ്റി ഫാൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ലിയാൻഡിയുടെ ഇൻഫിനിറ്റി SL ഇൻഫിനിറ്റി ഫാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് ആന്റി സ്പോർട്സിന്റെ ഇൻഫിനിറ്റി ഫ്ലോ ഫാൻസ് ആണ്. ഇത് 3-in-1 കിറ്റ് ആയിട്ട് വരുന്ന ഫാൻസ് ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. മൊത്തം 6 ഫാൻസ് ആണ്. ഫാൻസിന്റെ കിറ്റ് വന്നിട്ട് 2 ഫാനിനും കൂടെ നമുക്ക് നിയർലി 9,000 റുപ്പീസോളം വില വരുന്നുണ്ട്. അല്ലാതെ ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് ലിക്വിഡ് കൂളറിന്റെ കൂടെ വരുന്ന ഇൻബിൽട്ട് ഫാൻസ് ആണ് നമ്മളിവിടെ എക്സോസ്റ്റ് ആയിട്ടും താഴെ ഇൻടേക്ക് ആയിട്ടും വെച്ചിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ ചോയ്സ് ആയിട്ട് പല മോഡൽസ് നേരത്തെ നമ്മൾ തേർമൽ ടെക്കിന്റെ ടവർ ആണ് ചൂസ് ചെയ്തിരുന്നത്. പക്ഷേ ക്ലയന്റിന് ഈ ഒരു മോഡൽ തന്നെ വേണമെന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ഹൈറ്റിന്റെ Y70 ടച്ച് ഇൻഫിനിറ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ബ്ലാക്ക് കളറാണ്. ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാ ഡിസ്പ്ലേയിൽ ഓരോരോ കാര്യങ്ങളും നിങ്ങൾക്ക് വിഡ്ജറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. നമ്മുടെ CPUന്റെയും പ്രോസസറും ബാക്കിയുള്ള കാര്യങ്ങളുടെയൊക്കെ ഡേറ്റ അത്ര യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് മാപ്പ് ചെയ്യാനൊക്കെ പറ്റും. 42,000 രൂപയാണ് ഈ ഒരു ഫുൾ ക്യാബിനറ്റിന്റെ വില വരുന്നത്. അപ്പം ഇത് ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഈ ഒരു PCയുടെ സ്പെക്ക് വരുന്നത്. പിന്നെ മോണിറ്റർ
ചോയ്സ് ആയിട്ട് MSIയുടെ മാഗ് 34 CQR എന്ന് പറയുന്ന ഒരു 4K 180 Hz കർവ്ഡ് ആയിട്ടുള്ള മോണിറ്ററും കൂടെ നമ്മൾ ഈ ഒരു ബിൽഡിന് എടുത്തിട്ടുണ്ട്. 502 എന്ന് പറഞ്ഞ മൗസും ലോജിടെക്കിന്റെ തന്നെ പ്രൊഡിജി കീബോർഡും നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഓവറോൾ ഈ ഒരു ബിൽഡിന്റെ വാല്യൂഷൻ വന്നിരിക്കുന്നത് നിയർലി 4 lakhോളം വരുന്നുണ്ട് വില. കാരണം ഈ 4 lakhനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സ്പെക്ക് വെച്ച് ചെയ്യാം. പക്ഷേ എസ്തെറ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ ഒരു ബിൽഡ് എന്നൊക്കെ പറയുന്നത് ഇതേപോലെ തന്നെ സ്നീക്കർ ഉണ്ട്, ഇതേപോലത്തെ ബിൽഡുകൾ എല്ലാ കാര്യങ്ങളും ഒരു ഡ്രീം ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്പെക്കിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ എസ്തെറ്റിക്സ്. അവിടെ നിങ്ങൾ ഇനി ഒരു ബിൽഡൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര എക്സ്പെൻസീവ് ആക്കി ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നിങ്ങളുടെ ഒരു ഡ്രീം PC ആണ്, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഈസ് ദ റൈറ്റ് PC. മോണിറ്റർ ബാക്കിയുള്ള അക്സസറീസ് ഒക്കെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ചെയ്യാം. അതെല്ലാം ഫുള്ളി കസ്റ്റമൈസബിൾ ആണ്. ബെൻക്യൂ എടുക്കാം, അല്ലെങ്കിൽ എന്താ പറയുക AOC എടുക്കാം, MSI എടുക്കാം, ഏത് മോഡലാണ് എടുക്കാം. അത് ഡിപ്പെൻസ് ഓൺ മാർക്കറ്റ് അവൈലബിലിറ്റി പോലെ ഇരിക്കും. ഗൈസ്, അപ്പോൾ ഈ ഒരു PC ബിൽഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും പാർട്സുകൾ നിങ്ങൾക്ക് ബിൽഡിനെ പറ്റി അറിയാനോ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഡു ചെക്ക് അവർ ഇൻസ്റ്റാഗ്രാം ലിങ്ക്. പിന്നെ അപ്പോൾ ഇതേപോലത്തെ ബിൽഡുകൾ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം ഗീക്ക് ബോക്സിൽ വരാൻ മറക്കണ്ട. ഗീക്ക് ബോക്സിന്റെ നമ്പർ, കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളുടെ PC ബിൽഡ് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കൺസൾട്ടൻസ് ഇവിടെ ബാക്കിലുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും പ്രശാന്ത് ആവി സൈനിങ് ഓഫ്.